പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏവർക്കും നമസ്കാരം. ഇന്ന് എന്നോടുകൂടെ ഉള്ളത് മിസ്റ്റർ ഫിലിപ്പാണ്. കഴിഞ്ഞ ദിവസം നെടുങ്ങാടപ്പള്ളി സംഭവത്തെ പരാമർശിച്ചുകൊണ്ട്, അതായത് മധ്യകേരള ഡയസിസിൻ്റെ മെത്രാൻ മതില് ചാടി എന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന റിപ്പോർട്ടിനെ ആശ്രയിച്ച് ഞാൻ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുവാൻ സന്തോഷമുണ്ടായിട്ടല്ല, വിശ്വാസികളുടെ ഇടയിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുന്ന ധാർമ്മികവും ആധ്യാത്മികവുമായ അധഃപതനത്തെപ്പറ്റി വളരെയധികം ദുഃഖിക്കുന്നൊരു വ്യക്തി എന്ന നിലയിൽ ഇങ്ങനെ രോഗാതുരമായ അവസ്ഥ, അതിൻ്റെ സത്യാവസ്ഥയിൽ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഒരു പക്ഷേ ഈ ദുരവസ്ഥയ്ക്ക് ഒരു അവസാനം ഉണ്ടാക്കുവാൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ അവസ്ഥ ഇങ്ങനെ ആകേണ്ട യാതൊരു കാര്യവുമില്ല. ചില ആളുകളുടെ പണക്കൊതി കൊണ്ടും അത്യാർത്തി കൊണ്ടും അവർക്ക് ലജ്ജയില്ലാത്തത് കൊണ്ടും ഇപ്രകാരമുള്ള ഒരവസ്ഥയിൽ നാം ആണ്ടുപോയിരിക്കുന്നു. വിശുദ്ധമായതിനെ മ്ലേച്ഛമാക്കുന്നതാണ് ഒരു വ്യക്തിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ അപരാധം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ മിണ്ടാതിരിക്കുവാൻ കഴിയാതെ പോകുന്നത്. ഏതായാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നത് ആ സംഭവത്തിൻ്റെ ഒരു ഭാഗം മാത്രമായിരിക്കും. സത്യം അറിയണമെങ്കിൽ രണ്ട് ഭാഗവും കേൾക്കണമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ സംഭവത്തിൻ്റെ മറുപുറം അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് മിസ്റ്റർ ഫിലിപ്പ് എന്നെ കോണ്ടാക്ട് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ പക്ഷം ജനങ്ങളിൽ എത്തിക്കുന്നതിൽ അദ്ദേഹത്തിന് എതിർപ്പില്ല, അല്ലാതെ അതിൽ സമ്മതമാണ് എന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സംഭാഷണത്തിൻ്റെ രൂപത്തിൽ ഇതിൻ്റെ നിജസ്ഥിതി ഏവർക്കും അറിയാനൊരു അവസരം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. അതുകൊണ്ട് ഞാൻ മിസ്റ്റർ ഫിലിപ്പിനെ ഈ സംസാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ ഫിലിപ്പ്, താങ്കളെ തെറ്റി ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സംഭാഷണം ആരംഭിക്കും. നമസ്കാരം അച്ഛ. ഞാൻ പുന്നവേലി സെന്റ് ജെയിംസ് SI ഇടവക അംഗമാണ്. ഞാനൊരു എഞ്ചിനീയറാണ്. പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഇപ്പോൾ ഞാൻ സെൻട്രൽ ഗവൺമെന്റ് സ്കീമിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ 2009-2012 കാലഘട്ടത്തിലെ ഒരു വിഷയമാണ് അച്ഛൻ അന്ന് നെടുങ്ങാടപ്പള്ളി വിഷയം പറഞ്ഞപ്പോൾ അച്ഛന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ആ കാലഘട്ടത്തിൽ ഇവിടെ ഒരു പള്ളി പണിയാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതിന് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി, പ്ലാൻ ഉണ്ടാക്കി, സർവ്വവിധ സാങ്ഷന് വേണ്ടി ശ്രമിക്കാൻ തുടങ്ങുമ്പോഴാണ് പായിക്കടച്ചൻ സ്ഥലം മാറി ഇവിടെ വന്നത്. അതിനുശേഷം ആ പള്ളി പണിയിൽ എന്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാക്കാമോ അതെല്ലാം ഉണ്ടാക്കുകയും അവസാനം 2 വർഷത്തിന് ശേഷം ഇവിടുന്ന് സ്ഥലം മാറ്റപ്പെടുകയും ചെയ്തു. നെടുങ്ങാടപ്പള്ളിയിൽ സംഭവിച്ച പോലെയാണ്. ഏത് വർഷമാണ് ഇത് സംഭവിക്കുന്നത്? 2009-2011. അതായത് 2009 തൊട്ട് 2011 വരെ നെടുങ്ങാടപ്പള്ളി പുന്നവേലി പള്ളി സംബന്ധമായ കാര്യങ്ങളിൽ പായിക്കാടച്ചൻ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നതാണ് താങ്കളുടെ പക്ഷം. ഓക്കെ, അതിന്റെ വിശദാംശങ്ങളൊന്ന് പറയാമോ? വിശദാംശങ്ങൾ പറയാം. ഒരു പ്ലാനും എസ്റ്റിമേറ്റും ഉണ്ടാക്കി പൊതുയോഗം അതിൽ അംഗീകരിച്ച് ബാക്കി പണികൾ തുടങ്ങുന്ന സമയത്താണ് അച്ഛൻ ഇവിടെ സ്ഥലം മാറി വരുന്നത്. അതനുസരിച്ച് അച്ഛൻ ആദ്യകാലങ്ങളിൽ ഈ പ്രസ്ഥാനത്തോട് വളരെ അനുഭവപൂർണമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോവുകയും പള്ളിയുടെ ചില ഞങ്ങൾ 180 വീട്ടുകാരുണ്ട്. ഓരോ വീട്ടിൽ നിന്നും ഓരോ ഗ്രാനൈറ്റ് മെറ്റൽ കൊണ്ടുവന്ന് ഒരു അടിസ്ഥാന ശില ഉണ്ടാക്കി അത് പള്ളിയിൽ പ്രദർശിപ്പിച്ച് കളക്ഷൻ തുടങ്ങി. അതിനുശേഷം കുറെ കഴിഞ്ഞപ്പോൾ അച്ഛൻ ഈ പദ്ധതിയോട് നേരെ വിപരീതമായൊരു നിലപാടെടുത്തു. പഴയ പള്ളി പുതുക്കി വലുതാക്കി പണിയുക, ഇതാണല്ലോ ലക്ഷ്യം. അല്ല, പഴയ പള്ളി ഉപേക്ഷിച്ച് പുതിയ ഒരു പള്ളി അതിനോട് ചേർന്ന് അങ്ങനെ പഴയ പള്ളി ഉപേക്ഷിച്ച് പുതിയ പള്ളി പണിയേണ്ട ആവശ്യമുണ്ടായിരുന്നു? പഴയ പള്ളിക്ക് വേണ്ടതുപോലെ സൗകര്യം ഇല്ലാഞ്ഞിട്ടാണോ? ഇല്ലായിരുന്നു. അത് 1950-കൾക്ക് മുമ്പ് പണിത ഒരു പഴയ പള്ളിയാണ്. അതിന് സ്ഥിരമായിട്ടുള്ള കേടുപാടുകള്, ആ സ്ഥലമില്ലാത്ത ഒരു സാഹചര്യം, ഇതൊക്കെ വന്നപ്പോൾ പുതിയ പള്ളി എന്നുള്ള ആശയം. രണ്ടാമത് ആ പള്ളി നവീകരിക്കാൻ വേണ്ട സ്ഥലം അവിടെ ഇല്ലായിരുന്നു, പർട്ടിക്കുലർ സ്ഥലത്ത്. അത് എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു പദ്ധതി ആദ്യം കൊണ്ടുവന്ന് അത് നടക്കാതെ പോയതാണ്.
അങ്ങനെയാണ് ഈ പുതിയ പള്ളിയുടെ പണിയിലേക്ക് ഞങ്ങൾ പോയത്. അപ്പൊ പൊതുയോഗം തീരുമാനിക്കുകയും എല്ലാം ചെയ്തതാണ്. പ്ലാനും വരച്ചു, പിന്നെ അപ്രൂവൽ കിട്ടി. ഞാൻ അച്ഛനോട് പറഞ്ഞില്ല, അടിസ്ഥാന ശില പോലും അവിടെ ഉണ്ടാക്കി വെച്ചു. ഞങ്ങൾ 2010 ഡിസംബർ മാസത്തിൽ ഇതിനു വേണ്ടി ഒരു പ്രത്യേക ആദ്യഫല ശേഖരണം നടത്തി. അതിനകത്ത് 13 ലക്ഷം രൂപ, ഇത്രയും പഴയ ഒരു കാര്യമായതുകൊണ്ട് അച്ഛനോട് പറയുന്നത് ആ തുകയൊക്കെ കൃത്യമാകണമെന്നില്ല, എന്നാലും ഏകദേശം ഒരു 13-14 ലക്ഷം രൂപ ആ ഒരു പ്രസ്ഥാനത്തിന് പിരിച്ചു കിട്ടി. അപ്പോൾ അച്ഛൻ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പൊതുയോഗത്തോട് പോലും ആലോചിക്കാതെ അവിടെ ഉണ്ടായിരുന്ന പഴയ പാഴ്സനേജ് ചോർന്നൊലിക്കുന്നു എന്ന് പറഞ്ഞ് അതിന്റെ നിർമ്മാണം ആരംഭിച്ചു. അല്ലാതെ അന്ന് അതൊരു പഞ്ചായത്തിൽ നിന്ന് ഒരു സാങ്ഷൻ എടുക്കുകയോ അതിന്റെ ഡ്രോയിങ് അപ്രൂവോ പോലും ചെയ്യാതെ അതിന്റെ നിർമ്മാണം ഒരു ചൂടാഴ്ച ആരംഭിക്കുന്നതാണ് ഞങ്ങൾ പൊതുജനം കാണുന്നത്. അപ്പൊ ഞാൻ ഡിപ്പാർട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്തു. ഞാൻ അതിനെതിരെ പരാതിക്ക് പോയി, ഈ പഞ്ചായത്തിൽ പരാതിപ്പെട്ടു, ഇതിന് പ്രോപ്പർ സാങ്ഷൻ ഇല്ല. അപ്പൊ പഞ്ചായത്തുകാർ വന്ന വർക്ക് നിർത്തിക്കുകയും പിന്നീട് അവര് പ്ലാൻ കൊടുക്കുകയും അതെല്ലാം നടത്തുകയും. ചുരുക്കം പറഞ്ഞാൽ ഈ 13 ലക്ഷം രൂപയുടെ കൂടെ 4-5 ലക്ഷം രൂപ കൂടെ മുടക്കിയാണ് ആ പാഴ്സനേജ് പണി തീർത്തു. ബേസിക്കലി ഞാൻ അച്ഛനോട് പറയുന്നത്, ഈ പള്ളി പണിക്ക് വേണ്ടി സമാഹരിച്ച പണം മുഴുവൻ അവിടെ ചെലവാക്കി. ഇതിനകത്ത് എന്ത് ന്യായമുണ്ടെന്ന് അച്ഛനോട് പറയണം. അത് അതിന്റെ ഒരേ ഒരു ന്യായം, ഇപ്പൊ ദൈവത്തിന് സൗകര്യമുള്ള വീടില്ലേലും കുഴപ്പമില്ല, അച്ഛന് ചില സൗകര്യത്തിലൂടെ താമസിക്കുന്നതാണ് ദൈവത്തിനും സന്തോഷം എന്നുള്ള ഒരു ന്യായത്തിലായിരിക്കും അദ്ദേഹം അപ്രകാരം ഒരു കടുങ്കൈ ചെയ്തത്. അപ്പൊ ആ പദ്ധതി ഞാൻ അച്ഛനോട് പറഞ്ഞു, ഞങ്ങളുടെ ഒരു സാധാരണ ഇടവകയാണ്, സാധാരണ അംഗങ്ങളുടെ ഇടവക. മാത്രവുമല്ല, ഇവിടെ ഈ പള്ളിപണിക്ക് എതിര് നിൽക്കാൻ ഒരു വലിയ പണക്കാട് ഗ്രൂപ്പ് എതിരുണ്ട്. അത് അവരുടെ ഒരു കൈപ്പിടിയിലേക്ക് അച്ഛൻ പോയി എന്നാണ് ഞാൻ അതിനകത്ത് മനസ്സിലാക്കിയ കാര്യം. ചുരുക്കം പറഞ്ഞാൽ ഞങ്ങൾ ഈ വിവരം ബിഷപ്പിനെ അറിയിച്ചു. അന്നിരുന്ന ബിഷപ്പിന് അത് മനസ്സിലായി കാണും. ഈ 2 വർഷങ്ങൾക്ക് ശേഷം 2011 മാർച്ച് മാസത്തിൽ ട്രാൻസ്ഫർ ചെയ്തു. ഫിലിപ്പ്, ഇതേ എല്ലാ പള്ളിയിലും ഞാൻ കാണുന്ന ഒരു കാര്യം, ഏത് പുരോഹിതനാണെങ്കിലും ഏത് സഭയിൽ പോകുന്നോ അവിടുത്തെ പണക്കാരുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരായുധമായിരിക്കും. അല്ലാതെ ഞാൻ ആരെയും കണ്ടിട്ടില്ല. കാരണം പണക്കാരെ നമ്പി നിന്നാൽ മാത്രമേ അച്ഛന്മാർക്ക് ഗണ്യമായ ഒരു വരുമാനം, ഒരു ലാഭം, ഭാവിക്ക് ഒരു ആശ്വാസം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് ഒരു കോൺഗ്രിഗേഷനെ എടുത്ത് 2ആയിട്ട് കീറി മുറിച്ച് അതിലേറ്റവും പണക്കൊഴുപ്പുള്ളവര് അവരുടെ കൂടെ ചേർന്ന് നിന്ന് മറ്റുള്ളവരെ കൊച്ചാക്കി കലഹമുണ്ടാക്കി. ഈ കലഹമുണ്ടാക്കുമ്പോൾ അച്ഛനോടുള്ള കൂറ് വളരെ വർദ്ധിക്കും. അച്ഛൻ ഏത് സൈഡിനെ ഒട്ടി നിൽക്കുന്നു ആ സൈഡിന് അച്ഛനോട് വലിയ സ്നേഹവും ആദരവും നന്ദിയും കടപ്പാടും ഉണ്ടാകുകയും അത് സാമ്പത്തിക ലാഭമായി പെട്ടെന്ന് പരിണമിക്കുകയും ചെയ്യും. ഇതാണ് ഞാൻ എല്ലായിടത്തും കാണുന്നത്. ഇപ്പം ഫിലിപ്പിനോ അല്ലെങ്കിൽ ഫിലിപ്പ് ഉൾപ്പെട്ടിരുന്ന ഒരു കോൺഗ്രിഗേഷൻ ഇതിങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യം, എല്ലായിടത്തും ഇത് തന്നെയാണ്. പിന്നെ യേശു പറഞ്ഞു, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമായിട്ടാണ് സാത്താൻ വരുന്നത്. ആ ശക്തിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് പലരും മനസ്സിലാക്കുന്നില്ല. അത്രമാത്രം ജനങ്ങളുടെ അന്ധത കൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകൾ പച്ച പിടിച്ചും കസേര കൈപ്പറ്റി നിൽക്കുന്നത്. ജനത്തിന്റെ കണ്ണ് തുറക്കാത്തിടത്തോളം കാലം ഇങ്ങനെയുള്ള ദുരവസ്ഥയ്ക്ക് ഒരു അന്ത്യം ഉണ്ടാകുകയില്ല എന്ന് ദയവായി തിരിച്ചറിയണം. അപ്രകാരമുള്ള ഒരു ദൗത്യത്തിലാണ് ഞാൻ ഏർപ്പെട്ടിരിക്കുന്നത്. കഴിയുന്നത്രയും ജനങ്ങളെ ബോധവൽക്കരിക്കുക, സത്യം അറിയാനുള്ള ധൈര്യം പകർന്നു കൊടുക്കുക, അതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക. പക്ഷേ വളരെ ദുഃഖകരം എന്ന് പറയട്ടെ, നമ്മുടെ ആളുകൾക്ക് സത്യത്തെ തിരിച്ചറിയാൻ മനസ്സില്ല എന്ന് മാത്രമല്ല, സത്യം കാണുമ്പോൾ വാലും ചുരുട്ടി ഓടുന്ന സ്വഭാവമാണ് ബഹുഭൂരിപക്ഷം വിശ്വാസികളിൽ ഞാൻ കാണുന്നത്. ഇതെന്തോ വിശ്വാസമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ഫിലിപ്പിന്റെ അനുഭവങ്ങൾ പറഞ്ഞു, തീർച്ചയായിട്ടും പറഞ്ഞു. അപ്പോൾ ഈ അച്ഛൻ അങ്ങനെ ഒരു സാഹചര്യത്തിൽ 2011 മാസം ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിപ്പോയി. അപ്പൊ ട്രാൻസ്ഫർ ആയി പോയി കഴിഞ്ഞെങ്കിലും അച്ഛന് ഈ പിന്നെ വലിയ കാര്യങ്ങൾക്കകത്ത് ഇടപെടാതിരിക്കാൻ ഉള്ള ഒരു സാമാന്യ മര്യാദ വേണമല്ലോ. അപ്പോൾ ഇവിടുന്ന് മാറിയത് കൊല്ലക്കടവ് CSI ഇടവകയിലേക്കാണ്. അവിടെ ചെന്ന് അപ്പൊ ഞങ്ങൾ ഈ പ്ലാൻ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചീഫ് പ്ലാനറും ഗവൺമെന്റ്
5-8 ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സാങ്ഷൻ വേണം. റവന്യൂ, ടൗൺ പ്ലാനിങ്, അതെ ചീഫ് ടൗൺ പ്ലാനറുടെ ഓഫീസിൽ ഈവൻ ഹെൽത്തുകാർ പോലും ഇതിന് സാങ്ഷൻ തരണം, പോലീസുകാർ തരണം, ലോ ആൻഡ് ഓർഡർ തരണം. ഇതെല്ലാം ഞങ്ങൾ സംഘടിപ്പിച്ച് ഈ പ്ലാനുമായി ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഈ അച്ഛൻ കൊല്ലകടവിൽ ചെന്ന അവിടുന്ന് ചീഫ് ടൗൺ പ്ലാനർ, കളക്ടർ, മധ്യകേരള മഹായിടവകം ബിഷപ്പ്, അവിടുത്തെ ഒഫീഷ്യൽസ്, ഞങ്ങളുടെ പുന്നുവല്ലി ഇടവാംഗങ്ങൾ, ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രി എന്നിവർക്ക് പുന്നവേലിയിൽ നടക്കുന്ന പള്ളിപണി ഈക്കകത്ത് തിരിമറിയുണ്ടെന്നും അതിന്റെ പ്ലാൻ അപ്രൂവ്ഡ് അല്ലെന്നും അതിന് സാങ്ഷൻ കൊടുക്കരുതെന്നും പറഞ്ഞ് ഒരു എഴുത്തെഴുതി എന്ന് പറയുമ്പോൾ ഈ പൗരോഹിത്യത്തിന്റെ നിലവാരം ഇവിടെ പോയി അച്ഛൻ പറയണം. പൗരോഹിത്യത്തിന് നിലവാരമുള്ളെന്ന് ഫിലിപ്പിനോട് ആര് പറഞ്ഞു? ഇതാണ് ഇവിടെ നിലവാരം എന്നറിഞ്ഞൂടെ? ഫിലിപ്പെ, ഞാൻ ചോദിക്കട്ടെ. ഞാൻ ഒരിക്കല് മധ്യകേരള ഡയസിന്റെ കോട്ടയം കൺവെൻഷൻ പ്രസംഗിക്കാൻ അവിടെ കോട്ടയത്ത് വന്നപ്പോൾ അന്ന് ഞാൻ സ്ഥിരം കൺവെൻഷൻ പ്രസംഗിക്കാനായിരുന്നു, അറിയാമല്ലോ. അപ്പൊ അന്നൊരു സുറുതി, അതായത് ഡയസിൻ അക്കൗണ്ടിൽ നിന്ന് 8.5 കോടി രൂപ കാണാതായിരിക്കുന്നു. ആ കാണാതെ 8.5 കോടി എവിടെ പോയെന്ന് ആരെങ്കിലും കണ്ടുപിടിച്ചോ? അങ്ങനൊന്നും ഒരു നീതിബോധമോ സത്യസന്ധതയോ മതപരമായ കാര്യത്തിൽ നമ്മുടെ ഇടയിൽ ഇല്ലാതായിട്ട് നാളേറെയായി. പക്ഷെ ആരും ഇത് മിണ്ടാനുള്ള നട്ടലില്ലാതെ ഇങ്ങനെ പഞ്ചപുച്ഛം അടക്കി സാഹിബിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നത് പോലെ നിൽക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ ഇങ്ങനെയുള്ള നാറിയ സംഭവങ്ങൾ നമ്മുടെ മധ്യത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. കുപ്പായം ഇട്ട് കഴിഞ്ഞാൽ ഏത് അധർമ്മവും ചെയ്താൽ ആരും ചോദിക്കാനില്ല എന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് സത്യത്തോട് പ്രതിബദ്ധതയുള്ള നമ്മളെ പോലെയുള്ള ചെറിയ ചെറിയ ആളുകൾ വാതുറന്ന് ഉള്ള യാഥാർത്ഥ്യം എന്താണെന്ന് പൊതുവായി പറയാൻ ഒരു മനസ്സുണ്ടാകണം. എന്നാൽ ചെറിയ മാറ്റം വരുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഏതായാലും മുൻപോട്ട് പറഞ്ഞോളൂ. അപ്പോ ഞങ്ങള് ഈ സാക്ഷി വേണ്ടി ട്രിവാൻഡ്രത്ത് ചീഫ് ടൗൺ പ്ലാനിങ് ഓഫീസിൽ ഈ സംഗതിയാണ്. അതായത് ഈ പ്ലാൻ ഒറിജിനേറ്റ് ചെയ്ത്, അതായത് പായിക്കാടച്ചനാണ് ആദ്യം ഈ പ്ലാൻ എല്ലാം സൈൻ ചെയ്ത് ഈ കളക്ടറേറ്റ് വഴി മുകളിലേക്ക് അയച്ചത്. അതേ ആള് ഇതിൽ പറഞ്ഞിരിക്കുന്നു. അച്ഛന് പറഞ്ഞ മനസ്സിലായോ? അപ്പൊ അത് ഉണ്ടാക്കിയ ഒരു പ്രശ്നം മനസ്സിലായില്ലേ? അതിൽ നിന്ന് ഭൂരി വരണമെങ്കിൽ അപ്പം ഈ ഇതിനൊക്കെ സാങ്ഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമാണ്. പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ സഭയുടെ പള്ളിപണി, അതിനിവിടെ അടുത്തുള്ള എതിർപക്ഷക്കാര് ചുറ്റുമുള്ള കുറച്ച് ദലിത് ആൾക്കാർ താമസിക്കുന്നവരെ കൂടെ നിർത്തി പരാതി കൊടുക്കുക. പക്ഷെ ഇങ്ങനെ പല പ്രശ്നങ്ങൾക്കിടയിൽ കൂടെയാണ് ഞങ്ങളിത് പ്രോസസ് ചെയ്യുന്നത്. അതിലാണ് പോയി അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു വെച്ചതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് വളരെ പ്രയാസമുണ്ട്. എന്നിരുന്നാലും ഞങ്ങൾ ആ കടമ്പകളൊക്കെ കടന്നു. ഞങ്ങള് സാങ്ഷൻ മേടിച്ചു, ആ പള്ളിപ്പണി മനോഹരമായി തീർത്തു. പക്ഷെ ഈ പായിക്കാടത്തിന്റെ കാലം കഴിഞ്ഞു വന്ന അച്ഛന്മാരും ഇതിൽ നിന്നൊട്ടും വിഭിന്നരല്ലെന്ന് ഞാൻ പറഞ്ഞ അച്ഛനോട്. അങ്ങനെ ഫിലിപ്പെ, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആരും വിഭിന്നമല്ല, എല്ലാവരും ഒരേ അച്ചിൽ നിന്ന് ഇറങ്ങുന്നവരാണ്. ഞാൻ ഇതിനിടെ വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ ഈ പായിക്കാട് അച്ഛന് തിരുവനന്തപുരം ക്രൈസ്റ്റ് ചർച്ച് പാളയം വലിയൊരു പള്ളിയാണ്. 1100 പരം കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. വലിയ പള്ളിയാണ്. ഞാൻ അതിൻ്റെ അംഗമായിരുന്നു. അതിൻ്റെ ചുമതലയിലേക്ക് തിരുമനസ് അയക്കുകയാണ്, മലയിൽ മെത്രാൻ അയക്കുകയാണ്. അതിൻ്റെ ന്യായമായിട്ട് അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ പറയുന്നത്, ഇവിടെ വലിയ സഭ ആയതുകൊണ്ട് ഇവിടെ ഇംഗ്ലീഷും മലയാളവും കൈകാര്യം ചെയ്യേണ്ടത് കൊണ്ട് വളരെ കഴിവുറ്റ ഒരു അച്ഛനെ വേണം. അങ്ങനെ ഒരു അച്ഛൻ മധ്യകേരള ഡയസിസിൽ പായിക്കാട് അച്ഛനെ ഉള്ളൂ. ഇത്രമാത്രം കഴിവുള്ള കാര്യക്ഷമതയുള്ള ഒരച്ഛനെ ഇങ്ങോട്ട് തിരുമനസ്സുകൊണ്ട് അയക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കഴിവിനെ പറ്റി നമുക്ക് ഏതെങ്കിലും വിധത്തിൽ സംശയിക്കാനോ അല്ലെങ്കിൽ അതിന് കുറച്ച് മാർക്കിടാനോ സാധിക്കുമോ? ഇല്ല. പക്ഷേ ഇതൊക്കെയാണ് കഴിവുകൾ. ഞാൻ പറഞ്ഞ അച്ഛന് മനസ്സിലായോ? ബേസിക് കഴിവുകൾ ഇതൊക്കെയാണ്. അച്ഛനോട് ഇനി വേറൊരു കാര്യം ഇവിടെ പറയാം. നമ്മുടെ മധ്യകേരള മഹായിടവകയിൽ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് 500 പേരുടെ വോട്ട് എണ്ണി അതിനകത്ത് തിരുമോറി ചെയ്ത ഒരു പുരോഹിതനാണല്ലോ. അതും ഒരു പുരോഹിതനാണല്ലോ. ആദ്യം റിസൾട്ട് പ്രഖ്യാപിക്കുന്നു, പിന്നീട് 2 ആഴ്ച കഴിയുമ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞു. ഇത് ഏത് ജനാധിപത്യം, ഏത് നീതിബോധത്തിലാണ് നമ്മുടെ ഈ സഭ പോകുന്നത് എന്ന് അച്ഛൻ പറഞ്ഞു. ആ ഇലക്ഷന്റെ റിസൾട്ട് വന്നപ്പോഴേ അത് അധികാരം കൈവച്ചുകൊണ്ടിരിക്കുന്ന മെത്രാനും പുള്ളിയുടെ ശിങ്കിടികൾക്കും അതത്ര
സൗകര്യപ്രദമല്ല എന്ന് കണ്ടതുകൊണ്ട് ഇലക്ഷൻ നടത്തിയ പുരോഹിതൻ ഈ റിസൾട്ട് വെച്ച് മനസ്സ് നൊന്ത് പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവാണ് ഇത് മാറ്റിക്കൊടുത്തത് എന്നാണ് അധികാര വൃന്ദങ്ങൾ പറയുന്നത്. അപ്പം അങ്ങനെ പരിശുദ്ധാത്മാവ് കള്ളം കാണിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെപ്പറ്റി വല്ലതും പറയാൻ ഒക്കുമോ? പറയുന്നത് ശരിയാണോ? പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അതിന്റെ ബാക്കി കാര്യങ്ങൾ കൊണ്ടുകൂടെ പറയാം. ഈ പള്ളി പണി പായിക്കണക്കിൽ പോയി വേറെ ഒരു ഞാൻ പേര് പറയുന്നില്ല, ആ പുരോഹിതൻ വന്നു, ഈ പള്ളി പണി തീർത്തു. പക്ഷെ ഇപ്പൊ ഞാനൊരു പിന്നെ ഈ ഇതിന്റെ ടെക്നിക്കൽ കമ്മിറ്റി, കൺസ്ട്രക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറായി. അപ്പൊ അച്ഛൻ പറഞ്ഞ പല കാര്യങ്ങള് സാങ്കേതികമായും അല്ലെങ്കിൽ സാമ്പത്തികമായി പള്ളിക്ക് നഷ്ടമുണ്ടാകുന്ന പല കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് അച്ഛനോട് യോജിക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് ആ പുരോഹിതൻ ചെയ്തെന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഞാൻ കൊണ്ടുവന്ന നമ്മുടെ ഒരു കെയർ ഓഫിൽ വന്ന ഒരു കോൺട്രാക്ട് പത്രത്തിലൊക്കെ പരസ്യം ചെയ്ത് ഒരു കോൺട്രാക്ട് ഒക്കെ തിരഞ്ഞെടുത്ത് അങ്ങനെ ആ പണി മുമ്പോട്ട് പോയത്. പണി തീരാറായപ്പോൾ, തീരുന്നവരെ അങ്ങേര് ഇങ്ങനൊക്കെ നിന്നെങ്കിലും തീരാറായപ്പോൾ അങ്ങേര് കുറെ സബ് കമ്മിറ്റികൾ ഉണ്ടാക്കി. ഈ മെയിൻ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഇതിന്റെ കൂടെ നിന്ന ഞങ്ങൾ കുറെ പേരെ ആ പ്രസ്ഥാനത്തിൽ നിന്ന് വെളിയിലാക്കി. അച്ഛൻ ആലോചിക്കണം, പൂർവാഴ്ചയ്ക്ക് മുമ്പ് പണി തീർന്നു കഴിഞ്ഞപ്പോൾ അതിനുശേഷം കുറെ പണി ഉണ്ടായിരുന്ന അദ്ദേഹം തന്നെ അങ്ങ് ചെയ്തു. കമ്മിറ്റി ഇല്ല, കാര്യമില്ല, പുള്ളി ചെയ്തു. അവസാനം ഈ പള്ളിപ്പണി കഴിഞ്ഞ അച്ഛൻ പോകുന്ന സമയത്ത് 14 ലക്ഷം രൂപ കടത്തിന് അപ്പം ഈ പഴയ കമ്മിറ്റിക്കാരെല്ലാം പുള്ളി ചർച്ച കമ്മിറ്റിയെല്ലാം മാറി നിൽക്കണമെന്നാണ്. എന്നിട്ട് പുള്ളി മാന്യമായിട്ട് 6 ലക്ഷം രൂപയുടെ ഒരു കാറ് ഇവിടുന്ന് മേടിച്ചിട്ട് പോയി. പറയുന്നതിൽ എന്താ തെറ്റ്? നടന്ന കാര്യമാണ്. എന്നിട്ട് ആ വർഷം സമർപ്പിച്ച കണക്കിനകത്ത് ഗുരുതരമായ തെറ്റുകളുണ്ടായിരുന്നു, ഗുരുതരമായ തെറ്റുകൾ. ചാർട്ടേഡ് അക്കൗണ്ട് പിന്നെ ഓഡിറ്റ് ആണെങ്കിലും ആ ഗുരുതരമായ തെറ്റ് ഞാൻ അച്ഛനോട് പറഞ്ഞില്ല. എന്റെ ഒരു അങ്കിള് റിസർവ് ബാങ്കിൽ നിന്ന് റിട്ടയർ, അദ്ദേഹം കൃത്യമായി കണ്ടുപിടിച്ച ആ പൊതുയോഗത്തിന് അവതരിപ്പിച്ചപ്പോൾ ഞാനും അദ്ദേഹം ഞങ്ങളെ അധിക്ഷേപിക്കുകയും ഈ പ്രാകുകയും ചെയ്ത് അങ്ങരുടെ കൂടെ നിന്ന് കുറെ പേരെ കൊണ്ട് ഇതൊക്കെ പാസ്സാക്കി, കൈവോക്കെ പാസ്സായി. സൂക്ഷിക്കണം. കാരണം ഈ പുരോഹിതന്മാരുടെയും മെത്രാന്മാരുടെയും സ്ഥിരം ആയുധമാണ് പ്രാകുക, ശപിക്കുക എന്നുള്ളത്. അവിടെ ശാപമേറ്റാൽ 7 തലമുറ കരിഞ്ഞു പോകും എന്നാണ് ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു ശാപമേക്കാതെ സൂക്ഷിക്കണം. ഇപ്പം പുരോഹിതൻ കാണിച്ച അല്ലെങ്കിൽ അവതരിപ്പിച്ച കണക്ക് മുഴുവനും കള്ളമാണെങ്കിലും അത് കണ്ടില്ലേ എന്ന് നടിച്ച് ഈ ശാപം ഏറ്റുവാങ്ങാതെ മാറി നിൽക്കുന്നതാണ് നല്ലത് എന്നാണ് ഈ ക്രിസ്ത്യാനികളുടെ പൊതുവായ ഒരു ധാരണയാണ് ഞാൻ ഈ പറയുന്നത്. അല്ല, ഞാനതിൽ വിശ്വസിക്കുന്നില്ല. ഈ പുരോഹിതന്റെ മെത്രാന്റെയും പ്രാക്ക് പട്ടിയുടെ കൊര പോലെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെ അത് പേടിക്കുന്ന ആളുകളുമുണ്ട്. ഏതായാലും ഈ മനുഷ്യരെ പ്രാകുകയും വിരട്ടുകയും ദൈവനാമത്തിൽ പീഡിപ്പിക്കുകയല്ലാതെ ഈ വർഗത്തിന് ഇവരെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. കാരണം ഇവരെല്ലാം ഭീരുക്കളാണ്. ആരെങ്കിലും എഴുന്നേറ്റുന്നൊരു ചോദ്യം ചോദിച്ചാൽ ചൂളിപ്പോകും. അതുകൊണ്ടാണ് ചോദ്യം ചോദിക്കാൻ പോലും അവസരമില്ലാത്ത വിധത്തിൽ നമ്മുടെ സഭാപരമായും മഹാടപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മൂടി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുശ്രദ്ധയിൽപ്പെടുത്തുക എന്നൊക്കെ വേണം നാം കുറച്ച് ധൈര്യം കാണിക്കേണ്ടത്. ഏതായാലും ഫിലിപ്പെങ്കിലും അതിന് മുതിർന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഫിലിപ്പിനെ അഭിനന്ദിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്തെ അങ്ങനെ നിന്നതിന് ഉള്ള പല തിക്താനുഭവങ്ങളും പിന്നീട് ഈ പള്ളിയിൽ ഞാൻ അനുഭവിച്ചു. അത് അച്ഛൻ മനസ്സിലാക്കണം. ഇതൊരു ഒറ്റയാൾ പോരാട്ടമാണ്. നമ്മളോട് നിൽക്കാൻ ആളില്ല. മജോറിറ്റി അപ്പുറത്താണല്ലോ. ഇപ്പൊ ഒരു പൊതുയോഗം കൂടിയാൽ സത്യം പറയുന്ന 5 പേരും സത്യം പറയാത്ത 95 പേരും 95 പേരും നമ്മൾ ഈ പറഞ്ഞതിനെ മറികടന്ന് നമ്മുടെ കണക്ക് പാസ്സാക്കിക്കൊണ്ട് പോകും. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഇടപെടുന്നവര് വെറും വിഡ്ഢികളായി പോകുമ്പോൾ നമ്മുടെ സമയം കളയുന്നു, നമ്മളതിന് എഫേർട്ട് എടുക്കുന്നു. അപ്പൊ ഇതെല്ലാം വെറുതെ ആയി പോകുന്നു എന്ന് നമുക്കൊരു സംശയം. അപ്പൊ അതുകൊണ്ട് എനിക്കുണ്ടായ ഒരു തിക്താനുഭവം കൂടി അച്ഛനോട് പറഞ്ഞിട്ട് നിർത്താം. എന്റെ ഒരു മകന്റെ വിവാഹം വന്നപ്പോൾ അന്നത്തെ പുരോഹിതന്റെ അടുത്ത് ഈ പള്ളിക്ക് കൊടുക്കുന്ന ഒരു പണമുണ്ട് കല്യാണത്തിന്. അതിന് തലേ ദിവസം അവിടെ ഞാൻ ഒരു ചെക്കുമായി ചെന്നപ്പോ അച്ഛൻ അവിടെ ഇല്ല. അപ്പൊ അച്ഛനെ ഞാൻ കല്യാണത്തിന് തലേ ദിവസം ഈ വീട്ടിൽ ഒരു പ്രാർത്ഥനയ്ക്കൊക്കെ വരുന്ന സമയത്ത് അപ്പം അന്ന് അച്ഛൻ വരാൻ
വളരെ താമസിച്ചു പോയി. അച്ഛൻ വേറെ ഒരു പുരോഹിതന്റെ വീട് കൂതാശക്കൊക്കെ പോയി സമയത്തിനല്ല വന്നത്. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞ, അച്ഛാ ഈ ദേവാലയത്തിന് വരാനുള്ള പൈസ എത്രയാണെങ്കിലും ഇനി എനിക്ക് രാവിലെ വരാൻ സമയമില്ല, ഞാനത് വൈകുന്നേരം കൊണ്ട് അച്ഛനെ ഏൽപ്പിക്കും, അതങ്ങ് നടത്തണം. അപ്പൊ അതിനെന്താ വെച്ചാൽ അതിന് കുഴപ്പമില്ല, എന്നാൽ ചെയ്തോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പൊ എന്റെ മകൻ കല്യാണം കഴിച്ച ഒരു പുരോഹിതന്റെ പണിയാ CSIയില്. പള്ളിയിൽ ചെന്ന് ഇരിക്കുകയാണ് എല്ലാവരും, ആരാധന തുടങ്ങുന്നില്ല. അപ്പൊ എന്റെ ഒരു അങ്കിളുണ്ട്, പുള്ളി ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. പുള്ളി ഞാൻ മുമ്പിൽ എന്റെ അടുത്ത് പറഞ്ഞാൽ നീ പള്ളിയുടെ പൈസ കൊടുത്തില്ലേ? ഞാൻ പറഞ്ഞ വെച്ചാൽ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ ഇതാണ് അതിന്റെ സാഹചര്യം, എന്നാലേ പൈസ കൊടുത്താലേ അവിടെ ആരാധന തുടങ്ങത്തുള്ളൂ. ഞാൻ പറഞ്ഞ അച്ഛാ അവിടെ ഇരുന്നോട്ടെ, കുറച്ചുകൂടെ കഴിയട്ടെ, ഇപ്പൊ 12 ആകട്ടെ, നിനക്ക് അങ്ങനെയൊക്കെ പറയാം, ഇത് ഒരു നാണം കേട്ട. പക്ഷെ ഈ പൈസയുടെ കാര്യത്തിൽ മാത്രം ഒരു രക്ഷയുമില്ല. സാക്ഷാൽ ദൈവം എന്ന് പറഞ്ഞാലും ആരും ഒരു പുരോഹിതനും സമ്മതിക്കത്തില്ല. കിട്ടേണ്ടത് മുഴുവനും കിട്ടേണ്ടത് മുഴുവൻ കണക്ക് പറഞ്ഞ അവസാനത്തെ ചില്ലിക്കാശ് പണം എന്റെ അങ്കിള് പലരിൽ നിന്ന് പിരിച്ച് എടുത്ത് അവിടെ കൊണ്ട് അടച്ച് രസീത് മേടിച്ചതിന് ശേഷമാണ് ആരാധന തുടങ്ങിയത്. ഈ ഒരു പ്രസ്ഥാനത്തിന് വീണ്ടും നമ്മൾ പണം കൊടുത്ത് കുനിഞ്ഞു നിൽക്കാൻ എനിക്ക് സൗകര്യമില്ലാത്തത് കാരണം ഞാൻ പിന്നെ ഈ പള്ളിമാട്ടിൽ ഒരു കാര്യത്തിനകത്തും സഹകരിച്ചിട്ടില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞ 100% സത്യമായിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അതിനുശേഷം എന്നോട് ഒരു വാശി തീർത്തു. എന്റെ പിന്നെ വിവാഹം പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യാൻ എനിക്ക് അവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് അവർ തന്നില്ല. അവസാനം ഞാൻ സബ് രജിസ്ട്രാർ ഓഫീസിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് അവിടെ നിന്നാണ് റെഗുലറൈസ് ചെയ്തത്. അങ്ങനെ ഒരു പ്രസ്ഥാനത്തോട് നമുക്ക് എന്താ ഇതിനകത്ത് എന്ത് ദൈവികതയാണ് എന്റെ ഫിലിപ്പെ? ഈ പറയുന്ന അച്ഛന്മാരുടെയും മെത്രാന്മാരുടെയും റാൻമൂളികളായിട്ട് നിൽക്കാത്തവരെ അവരേതെല്ലാം വിധത്തിൽ തേജോവധം ചെയ്യാം, അലട്ടാം, അപമാനിക്കാം, ശ്വാസം മുട്ടിക്കാം, അത് മുഴുവനും ചെയ്യും. ഫിലിപ്പ് അനുഭവിച്ചതിനേക്കാൾ വളരെയധികം ഇതേ സോക്കേട് അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഫിലിപ്പ് പറയുന്നതിൻ്റെ അർത്ഥവും ആത്മാവും എനിക്ക് പെട്ടെന്ന് മനസ്സിലാകും. പക്ഷേ എന്തുകൊണ്ടാണ് ജനം ഇത് തിരിച്ചറിയാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ യേശുവാണ് സഭയുടെ അടിത്തറ എന്ന് പറയുന്നു. മെത്രാന്മാരും പുരോഹിതന്മാരും യേശുവിൻ്റെ പിൻഗാമികളാണ്. ഈ എന്താ പറയുന്നത്, അജപാലക ശുശ്രൂഷ, നല്ല ഇടനായ യേശുവിൻ്റെ കാൽപാദങ്ങളെ അനുഗമിക്കുന്നവരാണ് അവരെന്ന് പറയുന്നു. പക്ഷേ നേരും നിറയുമില്ല. കല്ല് പോലെയുള്ള ഹൃദയം, ആരെയും ഏതവസരത്തിലും അപമാനിക്കാനും മുറിവേൽപ്പിക്കാനും യാതൊരു മടിയുമില്ല. അത് കുരിശ് വരച്ചുകൊണ്ട് ബാറയ്ക്ക് ബോറോൺ അടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ ആരെയും തൊഴിക്കാനും മുറിവേൽപ്പിക്കാനും യാതൊരു പ്രയാസവുമില്ലാത്ത ആളുകൾ, ഇവരുടെ കൈപിടിച്ച് സ്വർഗത്തിൽ പോകാമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ, ഇത് എങ്ങനെയാണ്, ഏത് വിധത്തിലാണ് നാം മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കിന്നും ഇതിനെപ്പറ്റി ചിന്താക്കുഴപ്പമാണ്. അതുകൊണ്ട് ഞാൻ ഏതായാലും ഒരു കാര്യം കണ്ടുപിടിച്ചു. അതായത് ആത്മാഭിമാനമുള്ളവർക്ക് മനസ്സമാധാനത്തോടെ ഇരുന്ന് ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കാനുള്ള സാഹചര്യം ഇന്ന് നമ്മുടെ ഒരു സഭകളിലുമില്ല. അതുകൊണ്ട് യേശു പറഞ്ഞതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കുക. അവൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ ചെവി ചായച്ചിരിക്കുന്നു. അവൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സന്തോഷത്തെ സ്വീകരിപ്പാനായി കാത്തിരിക്കുന്നു. അതാണ് യഥാർത്ഥത്തിലുള്ള യഥാർത്ഥത്തിലുള്ള ആരാധന. അപ്രകാരമുള്ള ആരാധന മതി എന്ന ഒരു തീരുമാനത്തിൽ ഞാൻ ഏതാണ്ട് 8 വർഷങ്ങൾക്ക് മുൻപ് എത്തിയതാണ്. ആ തീരുമാനത്തിൽ ഞാൻ ഇന്നും അടിയുറച്ച് വിശ്വസിക്കുന്നു. ഇതെൻ്റെ വിടുതലിൻ്റെ അവസ്ഥയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മളെ കേൾക്കുന്ന, ഈ സംഭാഷണം കേൾക്കുന്ന ആളുകളോടായി എനിക്ക് പൊതുവായി പറയാനുള്ളത്, ദൈവത്തിൻ്റെ പേരിൽ ഈ ശുംഭന്മാരുടെ അപമാനം സഹിച്ച് നിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഒന്നുകിൽ സഭയായിരിക്കേണ്ടതുപോലെ ആകുകയും അവിടെ നടക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ കണ്ണിലും മനുഷ്യൻ്റെ അനുഭവത്തിലും നീതിയും മനുഷ്യത്വവും ഉള്ളതായി തീരുകയും വേണം. അല്ലെങ്കിൽ ഇത് യേശു പറഞ്ഞതുപോലെ കള്ളന്മാരുടെ ഗുഹയാണ്,
ഇവിടെ ആരാധിക്കാമെന്ന് വിശ്വസിക്കുന്നവൻ മൊണ്ണയാണ് എന്ന പച്ച പരമാർത്ഥം ജനം തിരിച്ചറിയുവാൻ ഇടയാകട്ടെ എന്നാത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സ്വന്തം അനുഭവത്തെ മടി കൂടാതെ അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളുമായി പങ്കിടുവാൻ ധൈര്യം കാണിച്ച ഫിലിപ്പിനോടുള്ള എൻ്റെ സഹോദര തുല്യമായ സ്നേഹവും അറിയിച്ചുകൊണ്ട് ഈ സംഭാഷണം തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം എല്ലാവർക്കും സൽബുദ്ധി നൽകുമാറാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. നമസ്കാരം.